ഒരു ഡിപ്പെൻഡബിൾ ലീഡർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ ഒരു ഡിപ്പെൻഡബിൾ ലീഡർ ഉണ്ടാകുന്നത്? ശരിക്കും പറഞ്ഞാല് പറയുന്നത് ഇങ്ങനെയാണ്: വാദിക്കുന്നവരെ പേടിക്കണ്ട. ഫിയർ നോട്ട് ദോസ് ഹു ആർഗ്യൂ ബട്ട് ദോസ് ഹു ഡോട്ട്സ്. മറികടക്കുന്നവരെ പേടിക്കണമെന്ന് പറയും. ചില ആൾക്കാർ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഇവിടെ ഒരു ഡിപ്പെൻഡബിൾ ലീഡറായിട്ട് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും എന്നുള്ള, ഒരു ടീം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ഡിപ്പെൻഡബിൾ ലീഡർ ആണെങ്കിലേ നിങ്ങളെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് പ്യുവർ മോട്ടീവ് ആണ്. നമ്മുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം. പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രിറ്റിയോട് കൂടി ആക്ട് ചെയ്യുന്ന ഒരു ആൾക്ക് മാത്രമേ ഒരു ഡിപ്പെൻഡബിൾ ലീഡർ ആകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് ഗൈഡ് ചെയ്യപ്പെടുന്നത് ഓണസ്റ്റിയും ഇന്റഗ്രിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ നീതിയുക്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഡിപ്പെൻഡബിൾ ലീഡർ ആവാൻ പറ്റത്തുള്ളൂ. ഈ പേഴ്സണൽ ഗ്രേഡിനേക്കാൾ കൂടുതലായിട്ട് ടീം ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്കാണ് ശരിയായ രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുക. അത് നമ്മൾ എപ്പോഴും നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ലീഡർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും ടീം ഗോളിനെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കുക. പേഴ്സണൽ ഗ്രോത്തിനേക്കാൾ കൂടുതൽ ടീം ഗോളിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുക. ട്രാൻസ്പെറൻസി ഉണ്ടാവും. അങ്ങനെ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അവരൊരു കാര്യം ചെയ്യണം, എന്തിനു ചെയ്യണമെന്ന് അവർക്ക് തോന്നണ്ടേ. ഇപ്പോൾ പീപ്പിൾ ആർ ഡിഫറെന്റ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ കാണുന്നത് ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിനായിരിക്കും. ചില ആൾക്കാർ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സിനായിരിക്കും, ചില ആൾക്കാർ എന്റെ അപ്പിയറൻസിനായിരിക്കും. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഒരാളെ കണ്ടെത്തുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പൊ നമ്മള് യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ ഒരു ആക്സിഡന്റ് കാണിയും, ഞാൻ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ പെരുമാറുന്നത്. ഒരാൾ ചെയ്യുന്നത് അയാളുടെ വാഹനം നിർത്തി അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ടാവും. ഒരു ആംബുലൻസ് വിളിക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചറിയിക്കുകയോ ചെയ്യുന്നുണ്ടാവും. വേറൊരാളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് അയാളൊന്ന് നോക്കിയിട്ട് ഒന്ന് പരുവത്തിലങ്ങ് നടന്നു പോകുന്നുണ്ടാവും. വേറൊരാൾ ഇതെല്ലാം മാറ്റിയിട്ട് അദ്ദേഹം തന്നെ കളത്തിലേക്ക് ഇറങ്ങി ആളെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ബന്ധുക്കൾ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പീപ്പിൾ ആർ ഡിഫറെന്റ്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കോ. ഓരോരുത്തരും അവരവരുടെ കണ്ണിലൂടെയാണ് ഓരോരുത്തരെയും കാണുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡബിൾ ലീഡറായിട്ട് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പീപ്പിൾ ആർ ഡിഫറെന്റ്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത് തോന്നുന്നുണ്ടാവും. അവരുടെ ശരിയാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തോണം. ഏതെങ്കിലും ഒരാള് പെരുമാറുന്ന സമയത്ത് നിങ്ങൾ അയാളെ കുറ്റപ്പെടുത്താനൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ഒരാളും അയാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് കരുതിയിട്ട്, തെറ്റാണെന്ന് കരുതിയിട്ട് ആ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുള്ള ആദ്യം നമ്മൾ തിരിച്ചറിയുന്നു. അവരുടെ ശരിയാണ്. എങ്ങനെയാണോ ഒരാൾ നിങ്ങളോട് പെരുമാറുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ശരിയാണ്. അവരുടെ ശരിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാവുക. പലപ്പോഴും സംഭവിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഭയങ്കര കുറ്റമായിട്ട് തോന്നുന്ന ഒരു സാധനമായിരിക്കും. പക്ഷെ ആ ആളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. ഏതൊരാളും ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവരുടെ ശരിയായതുകൊണ്ടാണ്. അവരുടെ ശരി നമുക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസിന്റെ വലിപ്പം കൂടുന്നുണ്ടാവും. കൂടുതൽ ആൾക്കാർക്ക് അതിലേക്ക് വന്ന് പടം വരയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിലാണ് എപ്പോഴും നമ്മളുടെ കാഴ്ചപ്പാടിലൂടെ തന്നെ മറ്റുള്ള ആൾക്കാർ നമ്മളെ കാണണം, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ കാണണം എന്ന് നമ്മൾ ശരിക്കുന്ന സ്ഥലത്തു നിന്നാണ് ട്രസ്റ്റ് നഷ്ടപ്പെടുന്നത്. വെറുതെ കുറച്ച് സമയത്തേക്ക് കുറച്ച് ആൾക്കാരെ അവരെ ഒന്ന് ഗിമിക്ക് കാണിക്കാം എന്നുള്ള സാധനം വർക്കാവില്ല. ട്രസ്റ്റ് എന്ന് പറയുന്നത് കാലങ്ങളെടുത്ത് ഉണ്ടാവുന്ന, ഒരിക്കൽ മാത്രമേ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാനും പറ്റില്ല. ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ശരിയായ രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കും. ഇപ്പം വിജയങ്ങളും പരാജയങ്ങളും ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടാവും. ഒരു ഡിപ്പെൻഡബിൾ ലീഡറെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങൾ മാത്രം ഏറ്റെടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ടീമിന് ഒരു പരാജയം ഉണ്ടാകുമ്പോഴും അതൊരു ടീമിന്റെ പരാജയം എന്നതിനപ്പുറത്തേക്ക് ലീഡറെ പരാജയമായിട്ട് ഏറ്റെടുക്കുന്ന ഒരാളെയാണ് ടീം അംഗങ്ങൾക്ക് വിശ്വാസം. മറിച്ച് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പൊസിഷൻ ലീഡർഷിപ്പിലുള്ള ആൾക്കാരുണ്ട്. കാരണം അവരെ വേറെ വഴിയില്ല. ഏതെങ്കിലും ഒരു ഓഫീസിൽ അവർ നിങ്ങളുടെ സീനിയർ ആയിരിക്കും. അത് അവർ പറയുന്നത് അതുപോലെ കേൾക്കേണ്ടി വരും. ആ പൊസിഷൻ ലീഡർഷിപ്പിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കിയാൽ എപ്പോഴും കാണാൻ പറ്റും, അവർ ആ പൊസിഷൻ വെച്ചിട്ട് എന്തെങ്കിലും വീഴ്ച വരുന്ന സമയത്ത് അത് ടീമിന്റെ തലയിലേക്ക് കൊടുക്കുന്നുണ്ടാവും.
അതുപോലെ തന്നെ എന്തെങ്കിലും ഗെയിൻ ഉണ്ടാകുന്ന സമയത്ത് അത് പേഴ്സണലായിട്ട് ഏറ്റെടുക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇയാൾ ഒരിക്കലും ഒരു ഡിപ്പെൻഡബിൾ ലീഡർ ആവില്ല. കാരണം ഈ ടീം അംഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ഒരു ചാൻസ് കിട്ടിയാൽ അവർ ഈ ലീഡർക്കെതിരെ തിരിയുന്നുണ്ടാവും. പക്ഷെ ഒരു ഡിപ്പെൻഡബിൾ ലീഡറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പലപ്പോഴും കാണാൻ പറ്റും, വിജയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ടീമിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ടാവും, ടീം വിജയമായിട്ട് എടുക്കും. അഥവാ എന്തെങ്കിലും വീഴ്ച വരുന്ന സമയത്ത് അതൊരു പേഴ്സണൽ ആയിട്ടുണ്ടായ ഒരു വീഴ്ചയായിട്ടും എടുക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ടീം അംഗങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോഴാണ് ഫോളോവേഴ്സ് ശരിയായ രീതിയിൽ ഉണ്ടാവും. ഒരു ഏറ്റെടുക്കുന്നതിനൊപ്പം തന്നെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ചിന്ത ഉണ്ടാവുക, എബിലിറ്റി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോഴും മാത്രമാണ് നമുക്ക് സക്സസും അതുപോലെ തന്നെ ഫെയിലിയറിനെയൊക്കെ ഒരേപോലെ കാണാൻ പറ്റും. അല്ലെങ്കിൽ പലപ്പോഴും ഇത് മാത്രമായിരിക്കും. ഒരു സൗണ്ട് തിങ്കിങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഒരു നിർദ്ദേശം വരും, ടീം അംഗങ്ങളുടെ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഒന്ന് വിലയിരുത്തി നിങ്ങളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും. അല്ല, ഞാൻ ലീഡറാണ്, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടോണം. അത് പക്ഷെ പൊസിഷൻ ലീഡർഷിപ്പിൽ അവർ കേൾക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ ഉയർന്ന തലത്തിലുള്ള മേധാവിയാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ടീം മൂവ് ചെയ്യത്തുമില്ല. അവിടെ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രൂപ്പുകളൊന്നും ഗോൾ അച്ചീവ് ചെയ്യാറില്ല. ഗോൾ അച്ചീവ് ചെയ്യുന്നത് ടീമുകളാണെന്നുള്ള നമ്മൾ തിരിച്ചറിയുന്നു. ഈ ടീമുകളാണെങ്കിൽ മാത്രമേ ഗോൾ അച്ചീവ് ചെയ്യത്തുള്ളൂ. ഇപ്പോ നിങ്ങളുടെ ഡിസിഷൻസ് ഉണ്ടാകിയ ചില തീരുമാനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ടീമിനെ അച്ചീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പം യാതൊരു ലോജിക്കും ഇല്ലാതെ കുറെ തീരുമാനങ്ങൾ എടുക്കുന്നു. അത് കുറച്ചുപേര് മാത്രം, ടീമിലുള്ള കുറച്ചുപേര് മാത്രം അറിഞ്ഞിട്ട് അത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിപ്പെൻഡബിൾ ലീഡർക്ക് ചേരുന്നതാണ്. പിന്നെ ചില കൺഫ്യൂസിങ് ലീഡർഷിപ്പ് ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ മേലിലേക്ക് ലീഡർഷിപ്പ് ആരോപിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അവർ ലീഡറാണെന്ന് അവരും മറ്റുള്ള ആൾക്കാരും പറഞ്ഞിട്ട് ലീഡർ ആയിട്ടുള്ള ആളുണ്ട്. ഇവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ഗ്രോ ചെയ്യാത്ത ആൾക്കാർ ടീമിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഗോസിപ്പുകൾ ഉണ്ടാകും. പലപ്പോഴും നല്ല ലീഡർഷിപ്പിന് അതുകൊണ്ട് ബുദ്ധിമുട്ടും ഉണ്ടാവും. പക്ഷെ അതൊക്കെ കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവും. നിങ്ങൾ ശരിയായ രീതിയിലാണ് നിങ്ങളുടെ ടീമിനെ നയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫൈനലി അത് പ്രൂവ് ചെയ്യപ്പെടും. ഇപ്പൊ ആരെങ്കിലും ഒരു ഗോസിപ്പ് ഉണ്ടാക്കുന്നു, അതൊന്നും പോയിട്ട് പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാവുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ലീഡർഷിപ്പ്, അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരാള് അയാളെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്ന സമയത്ത് അയാൾ പറഞ്ഞൊരു കാര്യമുള്ളൂ, അതെന്തെങ്കിലും കാര്യം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ എന്താ അയാൾ അങ്ങനെ പറഞ്ഞിട്ടും സാർ എന്താ അങ്ങനെ ഒന്നും ഉണ്ടാത്ത, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ വിരോധം ഉണ്ടാകും. നമ്മളോട് നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് വേറൊരാളോട് പറയുന്നതായിരിക്കും. പക്ഷെ നമ്മളുടെ അടുത്ത് നേരിട്ട് വരുന്ന സമയത്ത് അയാൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവില്ല, വിട്ടുകളയുക. നിങ്ങൾ നേരിട്ട് കേൾക്കുമ്പോൾ അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കൊരു ലക്ഷ്യമുണ്ടാവും, മറന്നുപോകും. പലപ്പോഴും ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ ശ്രീകാന്ത് എന്നോട് ഒരാളെ കുറിച്ചിട്ട് പറയാണ്, ബോസ്വാണി ഇങ്ങനെയാണ് സാറിനെ കുറിച്ച് പറഞ്ഞത്, അത് ഇങ്ങനെ എന്നൊക്കെ പറയുന്ന സമയത്ത് ബോസ്മാണിക്കും എനിക്കുള്ള റിലേഷൻഷിപ്പിന്റെ ഇടക്ക് ചിലപ്പോൾ ശ്രീകാന്തിന് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായെന്ന് പറയാം. അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോസ്മാണിനെ ഉപയോഗിച്ചതാണെങ്കിലോ? ഇവിടെയാണ് എപ്പോഴും കൺഫ്യൂസിങ് ഉണ്ടാകുന്നത്. വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരാളെ കുറിച്ചിട്ട് തീരുമാനം എടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നേരിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് അത് വിശകലനം ചെയ്യുന്ന സമയത്ത് അയാളോട് തന്നെ നേരിട്ട് ചോദിക്കാനോ, ഈ കാര്യം ചോദിക്കുന്നു, അയാളോട് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക. കാരണം അയാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയും, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് എന്തെങ്കിലും ആക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് എടുക്കാമെന്ന് അയാൾക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ലീഡർഷിപ്പ് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം, അത് വെറുതെ നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന, ഗ്രൂപ്പിനകത്ത് സംസാരിക്കുന്ന ചർച്ചകളല്ല. ലീഡർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഹെൽത്തി സ്പേസ് ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ ഷോർട്ട് ടൈം ഇമ്പാക്ട്സുകളുണ്ട്, ലോങ് ടൈം ഇമ്പാക്ട്സുകളുണ്ട്. ഇത് മറന്നു പോകുന്നു. നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്ത് ഒരു ലോങ് ടൈമിൽ നിങ്ങളൊരു ഗോളിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ടീമായിട്ട് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ഇമ്പാക്റ്റുകളെ മാറ്റി വെക്കുക. ഷോർട്ട് ടൈം ഇമ്പാക്റ്റുകൾ വേണ്ട എന്നുള്ളതല്ല, പക്ഷെ ശരിയായ രീതിയിൽ
ആണ് നിങ്ങൾ നോക്കി കാണുന്നുണ്ടെങ്കിൽ ലോങ് ടൈം ഇമ്പാക്റ്റുകൾ ഉണ്ടാവും. അത് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഈ ടീമിനകത്തുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ നമ്മൾ എൻകറേജ് ചെയ്യും. അല്ല ചുമ്മാ എല്ലാ ആൾക്കാരും വന്ന് സ്തുതി പാടുന്ന ആൾക്കാർ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിനെ അത് ബാധിക്കും. നിങ്ങളൊരു ലീഡർഷിപ്പിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് സ്തുതി പാടുന്ന ആൾക്കാർ മാത്രമാണ്. പല ലീഡർഷിപ്പും ഇല്ലാതായി പോകുന്നത് അവിടുന്ന്. കാരണം ഷോർട്ട് ടൈം ഗെയിന് വേണ്ടിയിട്ട് കൊണ്ടുള്ള കുറച്ച് ആൾക്കാർ ആദ്യം വന്നവർ കുറെ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കും. അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതാണ് ശരിയെന്ന് കരുതിയിട്ട് അതിന്റെ പുറകെ പോകും. ഇവരുടെ ട്രൂ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനും പറ്റില്ല. അതിനേക്കാൾ ചാലഞ്ചിങ് എന്ന് പറയുന്നത് ഇവർക്ക് മാറ്റപ്പെടേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് കഴിഞ്ഞാൽ വളരെ വലിയ ലെവലിലേക്ക് ഗ്രോ ചെയ്യേണ്ട ലീഡർഷിപ്പ് ഒക്കെ പോയിട്ട് പകുതിക്ക് വെച്ചൊക്കെ ഇല്ലാതായി പോകും. കാരണം പലപ്പോഴും നിങ്ങൾ നോക്കി കാണാൻ പറ്റും. ഒരു കോമൺ ഗോൾ ഇല്ലാത്തതിനെ ടീം നമുക്ക് വിളിക്കാൻ പറ്റില്ല. അതിനെ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഒരു ടീമാണോ ഒരു ഗ്രൂപ്പാണോ എന്നുള്ള ആദ്യം തിരിച്ചറിയണം. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡ്സ് ബൈ എക്സാമ്പിൾ എന്ന് പറയും. സ്റ്റഡി ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ചില സമയത്ത് നല്ല റിസൾട്ട് വരും, ചില സമയത്ത് റിസൾട്ട് വരാതിരിക്കും. ഏത് സമയത്തും സ്റ്റഡി മൈൻഡ് സെറ്റോട് കൂടി പോകുന്ന ഒരാൾക്ക് നല്ലൊരു ലീഡർ ആവാൻ പറ്റും. മറന്നു പോകരുത്. പലപ്പോഴും നല്ല റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം നന്നായിട്ട് സംസാരിക്കുന്നു, എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്നു, കാര്യങ്ങളൊക്കെ ഡെഡ്ലി അഗ്നിസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നേരെ തിരിച്ചു വരും. അതൊരു ലീഡർഷിപ്പ് അല്ല. അത് ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമേ. നിങ്ങളുടെ ടീം അംഗങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ പോവാതെ വരുന്ന സമയത്ത് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് കുറെ സംസാരം കൊണ്ട് കാര്യമില്ല. അവിടെ നിങ്ങളുടെ ആക്ഷൻ എന്താണ് ചെയ്തെന്നുള്ളത് നോക്കുന്നത്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഗോൾസും എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ വിഷൻ, നിങ്ങളുടെ വിഷൻ കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഓൺഗോയിങ് സപ്പോർട്ടും ഗൈഡൻസുമാണ് ഒരു ടീം അംഗങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്താണ് റിലയബിലിറ്റിയും ട്രസ്റ്റും ബിൽഡ് ചെയ്യപ്പെടുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ നോക്കിയാൽ ഈ ഇത്തരം കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു കൺക്ലൂഷനിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇന്റഗ്രിറ്റി ഉള്ള ഒരാളായിരിക്കണം ഡിപ്പെൻഡബിൾ ലീഡർ എന്ന് പറയുന്നത്. നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ ശരിയായ രീതിയിലായിരിക്കണം. ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ടിട്ടല്ല ജഡ്ജ്മെന്റ്. നിങ്ങളുടെ സ്വന്തം വിലയിരുത്തലുകൾ ഉണ്ടാവും. ഇപ്പൊ ടീംമേറ്റ്സിനെ കുറിച്ചിട്ടാണെങ്കിലും ഏതൊരു സിറ്റുവേഷനെ കുറിച്ചിട്ടാണെങ്കിലും നമ്മളുടെ ജഡ്ജ്മെന്റ് വരുന്നത് ഒരു കൃത്യതയിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് എഫേർട്ട് ഇടുന്ന ഒരു ആളായിരിക്കും ലീഡർ. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കുറച്ച് കാര്യം ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്ന ഒരു തരത്തിലായിരിക്കും. ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ലാസ്റ്റിംഗ് സക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലയബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് റിലയബിലിറ്റി ആണെന്നുള്ള ഓർത്തോ. അപ്പൊ അവിടെ ടീം അംഗങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നല്ല സ്വാതന്ത്ര്യം ഉണ്ടാവും, നിങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടാവും. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അതേ സെൻസിൽ തന്നെ അവർക്ക് മനസ്സിലാവും. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കാര്യം പറഞ്ഞതെന്നുള്ള അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിലാണ് സംഭവിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഒരു ടീമിനെ കാണുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു നിങ്ങളോട് സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ പറയുകയാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രതികരണം തിരിച്ചും അതുപോലെ തന്നെ ടീമിന്റെ പ്രതികരണം അത് തന്നെ ഇരിക്കും. അതായത് പറഞ്ഞു ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് അല്ല പ്ലസന്റ് ആയിട്ട് ഞാൻ പറയാം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു വരുന്നത് അതുപോലെ തന്നെ ഇരിക്കും. ഒരു ലീഡർ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ആ ടീം എന്നുള്ളത് മറന്നുപോകും. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ വളരെ ലേസി ആയിട്ട് ഗോളൊന്നും ഡിഫൈൻ ചെയ്യാതെ ആണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം അംഗങ്ങൾ അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും നമ്മൾ ടീം എന്നുള്ളത് മറന്നുപോകും. അപ്പൊ അതിലേക്ക് ഫോക്കസ്ഡ് ആവുക, ശരിയായ രീതിയിൽ ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ടീം ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തുടക്കത്തിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. തുടക്കത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് അത് ഫോളോ ചെയ്തെന്ന് ഉറപ്പുവരുത്തുന്നു. എല്ലാവർക്കും വളരെ